മഴതോറും മുമ്പേ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ. നമ്മുടെ വൈജയന്തി അടുത്ത് ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തി ഹസ്ബൻഡിൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുകയും അദ്ദേഹത്തിന് ഇപ്പം സംഘർഷം വരുന്ന രീതിയിലൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വൈജയന്തി ഇങ്ങനെ പെട്ടെന്ന് എടുത്തടിച്ച സ്വഭാവമാണ്, അതുപോലെ തന്നെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ മുഖം നോക്കാതെ തുടർന്ന് പറയുന്ന ആളാണെന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ തന്നെയാണ് പണ്ട് മുതലേ ശീലിച്ചത്, ആരുടെ മുഖം നോക്കാതെ ഞാൻ സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതെപ്പോഴും ശരിയാവണമെന്നില്ല. അപ്പം അത് ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ മനസ്സിൽ വെച്ചിട്ട് ഒന്നും അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കില്ല, എല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഇനി പറ്റത്തില്ല ബാലേന്ദ്രൻ്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്. അപ്പം പിന്നെയും അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിലൊന്നും പറയുകയും ചെയ്യുകയൊന്നും ചെയ്യരുതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാഡവും സാറുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്തും ആയിക്കൊള്ളട്ടെ, മാഡത്തിന് ഇപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് അതൊക്കെ ഒരു താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മാഡം അതൊന്നും ചെയ്യേണ്ട, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹത്തെ നോക്കാനായിട്ട് അവിടെ ഹോം നേഴ്സ് ഉണ്ടല്ലോ, അപ്പം ആ കുട്ടി കൊണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വൈജയന്തി പറയുന്നുണ്ട് അവളൊന്നും അല്ല ജീവൻ രക്ഷിച്ചത്, അവൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നേ ഉള്ളൂ, അവളെ ഇനി അവിടെ നിർത്താൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് മാഡത്തിൻ്റെ ഹസ്ബൻഡ്, മാഡത്തിൻ്റെ വീട് അതെങ്ങനെ വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനും മനുവും കൃഷ്ണമോളും എല്ലാവരും കൂടി വീട്ടിലേക്ക് വരികയാണ്. ബാലേന്ദ്രനെ ഡിസ്ചാർജ് ചെയ്ത് മനുവാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്ത, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ സമയം തൊട്ട് ഇന്നവരെ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഈ രണ്ടാം ജന്മം എങ്ങനെ ജീവിച്ച് തീർക്കണമെന്ന് ആലോചിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട് ആദ്യത്തെ ജന്മം ഇനി ബാക്കിയില്ല അങ്കിളെ, അപ്പം അതിലെ കാര്യങ്ങളൂടി ആലോചിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ അലീന വന്ന് കഥകൊക്കെ തുറക്കുന്നുണ്ട്. ആദ്യമായിട്ട് ബാലേന്ദ്രൻ അലീനയെ കാണുന്ന പോലെ തന്നെ അലീനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അലീന ചേച്ചിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ നമ്മളുടെ വൈജയന്തിക്കൊന്നും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അത് വൈജയന്തി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ അലീനയെ നോക്കിക്കൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. വൈജയന്തി വന്നിട്ട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ വന്നല്ലോ, ഇനി നിനക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും പോകാമല്ലോ, ബാലേന്ദ്രൻ വന്നിട്ട് പോകണമെന്നല്ലേ നീ പറഞ്ഞത്, ചോദിച്ചിട്ട് എപ്പോഴാന്ന് വെച്ചാൽ പൊക്കോളാൻ പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡിയായിട്ട് തന്നെ നിൽക്കുകയാണ്, ഞാൻ പൊക്കോളാം എന്നും പറയുന്നുണ്ട്. അതിന് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ താഴത്തെ റൂമിലേക്ക് ഇങ്ങനെ ഡോറ് തുറന്ന് നോക്കുകയാണ്. ഡോറ് തുറന്ന് നോക്കിയിട്ട് ആ ഡോർ അതേപോലെ അടച്ചിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ മുകളിലേക്ക് പോവുകയാണ്, എനിക്ക് അവിടുത്തെ ഗസ്റ്റ് റൂം മതിയെന്ന് പറയാം. അപ്പോൾ നമ്മളുടെ കൃഷ്ണമോളൊക്കെ ചോദിക്കുന്നുണ്ട് അതെന്തിനാ അച്ഛൻ ഇപ്പോൾ ഗസ്റ്റ് റൂമിൽ പോകുന്നത്, അച്ഛൻ ഇവിടെ കിടക്കുന്നതല്ലേ നല്ലത്, ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ താഴെ, അച്ഛൻ എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ വിളിക്കാം, പിന്നെ ഇവിടെ അമ്മയുണ്ട്, അമ്മ അച്ഛനെ നോക്കിക്കോളുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ അമ്മയുടെ കെയറിങ് ആവശ്യമില്ല, എന്നെ ആരും നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മുറിയിൽ എൻ്റേതായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം എടുത്ത് മുകളിൽ റൂമിൽ കൊണ്ടുവെക്കണമെന്ന് ബബിത എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട് അച്ഛ മുകളിലത്തെ റൂമിൽ പോകണ്ട, ഈ റൂമിൽ അച്ഛന് നന്നായിട്ട് കിടക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണ്ടത്, അത് കിട്ടുന്ന സ്ഥലത്ത് ഞാൻ കിടന്നോളാം, ഈ റൂമിൽ എനിക്കത് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബബിത പറയുന്നുണ്ട് ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ആ റൂമിലുള്ളൂ, പിന്നെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും ബാലേന്ദ്രൻ അതൊന്നും കൂട്ടാക്കുന്നില്ല, എനിക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം ഇങ്ങനെ ബബിതയെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് അതിന് ഉത്തരവില്ല. അപ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് ഈ റൂമിൽ കിടന്നു കഴിഞ്ഞാലും അച്ഛൻ്റെ അടുത്ത് എപ്പോഴും അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വരും, അതുകൊണ്ടല്ലേ അച്ഛൻ മുകളിലേക്ക് പോകുന്നത്, അതുകൊണ്ടാണ് തന്നെയെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബാലേന്ദ്രൻ മുകളിലേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല സുഖവാസത്തിന് മുകളിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം, പിന്നെ താഴേക്ക് പിന്നെ ഇറങ്ങി വരരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ദേഷ്യം പറയുന്നുണ്ട് ഇത് എൻ്റെ വീടാണ്, കൈതയ്ക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമ മേനോൻ, അതായത് നിൻ്റെ അച്ഛൻ പണിത വീടല്ല, എൻ്റെ സ്വന്തം അധ്വാനത്തിൽ എൻ്റെ കാശ് കൊണ്ട് ഞാൻ പണിത വീടാണ്, ഈ വീട്ടിൽ എവിടെ കിടക്കണം എപ്പോൾ കിടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അതുമാത്രമല്ല ഈ വീട്ടിൽ ആരൊക്കെ എവിടെ കിടക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബാലേന്ദ്രൻ
ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്ത്രീധനമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്തായിട്ടോ സമ്മാനമായിട്ടോ ഞാൻ നയാ പൈസ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഈ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തന്നെ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രൻ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ മുകളിൽ ചെല്ലുന്നുണ്ട്, ഗസ്റ്റ് റൂമിൽ ചെല്ലുന്നുണ്ട്. ബബിതയുടെ അടുത്ത് പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ മേളിലേക്ക് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ കൃഷ്ണമോൾ ഇരിക്കുന്നുണ്ട്, അച്ഛാ ഈ റൂമിൽ ആരും ഇല്ലല്ലോ അച്ഛനെ ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിവിടെ ഒരു കോളിംഗ് ബെല്ല് വെക്കും, അപ്പം അത് അടിക്കുമ്പോൾ താഴെ നിന്ന് ആരെങ്കിലും വന്നാൽ മതിയല്ലോ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ. പിന്നെ ഇവിടെ ഹോം നേഴ്സ് ഉണ്ടല്ലോ എന്ന് പറയാണ്. അലീനയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അലീനനെ വിളിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ അനുവാദം ഇല്ലാതെ ആരും ഈ റൂമിലേക്ക് കയറി വരരുത് എന്നുള്ള കാര്യം നീ പ്രത്യേകം താഴെ എല്ലാവരോടും പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്.